21 ദിവസം കൊണ്ടാണ് വരവേൽപ്പ് എന്ന സിനിമ പൂർണ്ണമായിട്ട് അതിൽ ഫൈറ്റ് പാട്ട് അത് അന്നത്തെ സാഹചര്യം. ഒന്നാമത് കുറച്ച് പേരുള്ളൂ ക്രൂവിൽ, ഒരു 4-5 കാറുണ്ടാവും, എല്ലാവരും ലൊക്കേഷനിൽ ഒരേപോലെ വരുന്നവരാണ്. മനസ്സിലായില്ല. അപ്പം സമയക്രമം കാലത്ത് തന്നെ എല്ലാവരും ഇപ്പം വരവേൽപ്പിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ ആ ബസ് ഞങ്ങൾ വാങ്ങി, സ്വന്തമായിട്ട് പ്രൊഡ്യൂസർ വാങ്ങി. അപ്പോ ആ ബസ് അവിടെ ഇട്ടുണ്ട്. അപ്പൊ ബസ്സിലും ബസ് സ്റ്റോപ്പിലൊക്കെ ആയിരിക്കും സീന്. മോഹൻലാലടക്കം ഞങ്ങളടക്കം എല്ലാവരും ആ ബസ്സിലാണ് കയറുന്നത്. പലപ്പോഴും ഇന്നസെന്റ് ആണ് ആ ബസ് ഓടിച്ചിരുന്നത്. നമ്മള് ജീവിതം കണ്ടിട്ടാണ് ഞാനും സീനും സിനിമ ഉണ്ടാക്കുന്നത്. പുസ്തകങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ വായിച്ചിട്ടും അറിഞ്ഞിട്ടുമാണ് നമ്മൾ സങ്കല്പങ്ങൾ വിടരുന്നത്. അല്ലാതെ സിനിമ കണ്ടിട്ട് സിനിമ ഉണ്ടാക്കില്ല ചെയ്യുന്നത്. വരവേൽപ്പ് എന്ന് പറഞ്ഞ ഈ മൂവി, അതിൽ ചില സീനുകളുണ്ട്. ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഒരേ സീനുകൾ ഉണ്ടാക്കുന്നത്, ഓരോന്ന് എഴുതുന്നത്. സിനിമ കണ്ട് സിനിമ എഴുതുന്നതല്ല. അതായത് പ്രത്യേകിച്ച് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ലെജൻഡ് ആ മൂവിയിലെ വരവേൽപ്പ് എന്ന് പറഞ്ഞ മൂവിയിലെ 1-2 സീൻസ്, അതായത് മോഹൻലാൽ ഗൾഫിൽ നിന്ന് വരുന്ന ഒരു പെങ്ങന്മാരൊരു തിടുക്കൂട്ടുണ്ട്, KPC ലളിതയും മീനും കിച്ചണിൽ നിന്നിട്ട് ഓരോ പ്രിപ്പറേഷൻസ്, അത് ആരാണ് ഏറ്റവും കൂടുതൽ ചെയ്യുക, ആരാണ് അനിയനെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു കാണിച്ചു കൂട്ടാൻ വേണ്ടിയുള്ള 2 പേരെ തിടുക്കങ്ങൾ, ആ കിച്ചണിൽ ഉണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ട് അതിൽ കേട്ടോ. ഞാൻ ഇന്ന് ആലോചിക്കും, അത് ഒരു സിനിമാക്കാരനൊരു എഴുതാൻ പറ്റിയ ഒരു സംഭവമല്ല. അത് നമ്മളെപ്പോലെ സാധാ ഒരു മനുഷ്യന് എഴുതാൻ പറ്റുന്ന സീനായിരുന്നു. ഇപ്പൊ ശ്രീനിവാസൻ മരിച്ചായിട്ടായിരുന്നു ഇതിന്റെ കുറെ സംഭവങ്ങൾ വന്നപ്പോൾ ഞാനതിൽ കൂട്ടിച്ചേർത്താട്ടോ. ഈ പറഞ്ഞ പോലെ KPC ലളിതയും മീനും ആ 2 ലെജൻഡറീസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ആ സീൻ കണ്ടപ്പോൾ ഞാൻ ശ്രീനിവാസൻ മരിച്ചപ്പോൾ അങ്ങനെ ഓരോ സിനിമകൾ എടുത്തു പോയിട്ടുണ്ടായിരുന്നു. തലയണ മന്ത്രം, വടക്കു നോക്കി യന്ത്രം, നമ്മുടെ വരവേൽപ്പ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഇതിലൊക്കെ കുറേ എന്താ പറയാ അടുക്കളയിലെ കുറച്ച് നുറുങ്ങുകളുണ്ട്. അതൊക്കെ നല്ല ഭംഗിയിൽ പ്രേക്ഷകർക്ക് മുമ്പിലോട്ട് എത്തിച്ച ഒരു ലെജൻഡാണ് അദ്ദേഹം. അതായത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം പോലെയാണ് മിക്കലും നമുക്ക് ഫീൽ ചെയ്യുക സത്യനന്ദിക്കാടിന്റെ ശ്രീനിവാസിന്റെ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ലേ? അങ്ങനെ തന്നെ അല്ലേ?